27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ശത്രുക്കളുടെ നീചപ്രവൃത്തികളിൽ നിന്നും രക്ഷ നേടും. കലാരംഗത്ത് ശോഭിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യം കടാക്ഷിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച സമയമാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സന്തോഷം, സുഖഭക്ഷണ ലഭ്യത, ആഭരണ വസ്ത്രാദി ലാഭം, കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ പോകുവാനുള്ള സാഹചര്യം, പ്രേമകാര്യങ്ങളിൽ സന്തോഷം, പുതിയ വസ്ത്രങ്ങളുടെ ലഭ്യത, ധനസഹായം എന്നിവ ഇന്ന് ലഭിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിനോദയാത്ര, ഉല്ലാസകരമായ സംഗതികൾ, കുടുംബാംഗങ്ങളെ കൊണ്ട് മനസ്സമാധാനം, ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങൾ, ഉന്നത സ്ഥാനീയരിൽ നിന്നും സഹായ സഹകരണങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിദ്യാ നിലവാരം ഉയർത്തുവാൻ സാധിക്കും. അവിചാരിത ധനലാഭം ഉണ്ടാകും. യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കേസിൽ അനുകൂല വിധിയുണ്ടാകും. ശാന്തിയും സമാധാനവും വന്നുചേരും. ശത്രുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കം മാറും. ശിക്ഷാ നടപടികളിൽ നിന്നും മോചനം ലഭിക്കും. പ്രണയ ബന്ധങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ സാധിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അത്ഭുതകരമായ ഉയർച്ച ഉണ്ടാകും. ആരോഗ്യനിലയിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഉദ്യോഗ കയറ്റം ഉണ്ടാകും. ലോക പ്രശംസ, ബന്ധുജന സമാഗമം, സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. പ്രണയത്തിൽ ചെന്ന് ചാടരുത്. കുടുംബസ്വത്ത് ലഭിക്കും. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. അഗ്നി സൂക്ഷിക്കണം. വാക്കുകൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം. അടുത്തത് പൂയം നക്ഷത്രമാണ്. ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിയുക. സ്ഥാനഭ്രംശം ഉണ്ടാകുക. സാമ്പത്തികമായ നഷ്ടങ്ങൾ വരിക. കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുക. ജോലി സംബന്ധമായ അലച്ചിൽ ഉണ്ടാവുക. സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ ഉണ്ടാവുക. വിരഹം, സ്ഥാനഭ്രംശം എന്നിവയൊക്കെ അനുഭവത്തിൽ വരാം. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. തൊഴിൽപരമായ എതിർപ്പുകൾ, സാമ്പത്തിക നഷ്ടം, ആരോഗ്യമായി മോശം സമയം, വിശ്വസ്തർ അവശ്യ സമയത്ത് സഹായിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തത് മകം നക്ഷത്രമാണ്. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. തെറ്റിദ്ധാരണകൾ വന്നുഭവിക്കും. വിവാദങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം. സമയം തീർത്തും പ്രതികൂലമാണ്. പ്രണയം മൂലം കഷ്ടപ്പാടുകൾ അനുഭവത്തിൽ വരാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. അനാവശ്യമായി പണം ചിലവാക്കും. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സഹായിച്ചവർ ശത്രുക്കൾ ആകും. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. കോടതി നടപടികൾ നേരിടേണ്ടി വരും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കും. പ്രവൃത്തി വിജയം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. പൊതുവെ ഐക്യത, അധികാരപരിധി വർദ്ധിക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കും. കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അടുത്തത് അത്തം നക്ഷത്രമാണ്. ശത്രുക്കളുടെ പദ്ധതികൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കണം. ധനസമ്പാദനം ഉണ്ടാകും. കലാപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. വീട് പണി ആരംഭിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. നഷ്ടങ്ങളോ കഷ്ടതകളോ ഉണ്ടാകാം. അന്യരോട് കയർക്കും. ധനനഷ്ടം, കുടുംബകലഹം, വിവാഹ ജീവിതത്തിൽ കല്ലുകടി, പൊതുവെ ദുഷിച്ച ദിവസം, യാത്രകൾ മാറ്റിവെക്കുക. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. പ്രവൃത്തി നേട്ടത്തിന് കഠിന പരിശ്രമം വേണ്ടിവരും. കലാരംഗത്തുള്ളവർക്ക് നേട്ടം. ആരോഗ്യപരമായി നല്ല സമയം. ദാമ്പത്യ വിഷയങ്ങളിൽ സൗഖ്യം. ശത്രുക്കൾ നിഷ്പ്രഭരാകും. വിജയം, പ്രശസ്തി എന്നിവ വന്നു ചേരും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കുടുംബസുഖം, ബന്ധുഗുണം, അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക. സാമ്പത്തിക പ്രയാസങ്ങൾ കുറവ്. താമസ സ്ഥലം മാറിപ്പോകേണ്ട അവസ്ഥ. ജോലി നഷ്ടം. യാത്രയിൽ ധനനഷ്ടം. വ്യവഹാരങ്ങളിൽ പരാജയഭീതി എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം. ദേഷ്യം നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. കുടുംബസുഖം കിട്ടില്ല. ധനപ്രാപ്തി, ജോലി ലഭ്യത, സുഖസൗകര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള പദ്ധതികൾ എന്നിവയൊക്കെ സാധ്യമാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് നന്നല്ല. നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ വല്ലാതെ കുഴയ്ക്കും. അതീവ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും വേണം. അടുത്തത് മൂലം നക്ഷത്രമാണ്. വളരെ കാലമായി ചിന്തിക്കുന്ന പലതും സാധിക്കും. യാത്രയിൽ വളരെ കരുതൽ വേണം.
പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ഗൃഹത്തിൽ സന്തുഷ്ടിയും സ്വസ്ഥതയും ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു അപൂർവ ആത്മബന്ധം ഉടലെടുക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. വിദേശത്ത് നിന്നും ശുഭവാർത്ത കേൾക്കും. ശത്രുജയം ഉണ്ടാകും. വാഹനഭാഗ്യം ഉണ്ടാകും. പ്രണയസാഫല്യം ഉണ്ടാകും. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. വിദ്യാവിജയം ഉണ്ടാകും. ധനനേട്ടം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിദേശവാസം ഗുണം ചെയ്യും. ധനപ്രാപ്തി ഉണ്ടാകും. ഔദ്യോഗികമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. മനോദുരിതത്തിൽ നിന്നും മോചനമുണ്ടാകും. കുടുംബത്തിൽ സമാധാനം കളിയാടും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ അറിയിപ്പ് ലഭിക്കും. കാര്യങ്ങൾ അനുകൂലമാകും. പ്രവർത്തന വിജയം ഉണ്ടാകും. സ്ത്രീകൾക്ക് ആഡംബര വസ്തുക്കളുടെ ലഭ്യതയുണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. അടുത്തത് ചിത്തയ നക്ഷത്രമാണ്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകും. സന്താനഭാഗ്യം ഉണ്ടാകും. ധനപ്രാപ്തിയും ശത്രുജയവും ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. പ്രമോഷൻ ലഭിക്കും. രോഗശമനം ഉണ്ടാകും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. മുൻകോപം ഉപേക്ഷിക്കുക. ആലോചനയില്ലാത്ത സംഭാഷണം പലവിധ പ്രയാസങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരിക്കും. കളത്ര ദുരിതം അനുഭവത്തിൽ വരാം. തസ്കരന്മാരുടെ ഉപദ്രവം കൂടുതലാകും. ഈശ്വരാധീനം കുറയുന്നതായിരിക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്രമാണ്. രോഗങ്ങൾ കൊണ്ടുള്ള ധനച്ചിലവ് ഉണ്ടാകാം. സ്വന്തം ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും. ധനച്ചിലവും ദൂരയാത്രാക്ലേശവും ഉന്നതരിൽ നിന്നും വിഷമങ്ങളും ശത്രുവർദ്ധനവും ധനനഷ്ടവും ഇന്നേ ദിവസം ഉണ്ടാകാവുന്നതാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്നുഭവിക്കാം. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയും അതുപോലെ തന്നെ സൂക്ഷ്മതയും പാലിക്കുക. രോഗസാധ്യത കാണുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആഹാരങ്ങളും മറ്റും ഒഴിവാക്കുക. അയൽക്കാരുമായുള്ള കലഹം കാണുന്നു. ഏത് കാര്യവും ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.